എന്തായിരിക്കും? ഈസിയും ചീസയുമായിട്ടുള്ള പൊട്ടാറ്റോ ചീസ് ബോൾസ്. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. പൊട്ടാറ്റോ ചീസ് ബോൾസിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ്: നമുക്ക് ചീസ് ബോൾസ് ഉണ്ടാക്കാൻ സ്റ്റാർട്ട് ചെയ്താലോ? എന്നിട്ട് ഇതിനായിട്ട് ഞാൻ ഒരു 2 മീഡിയം പൊട്ടറ്റോസ് ആണ് എടുത്തിരിക്കുന്നത്. ഇത് ഞാനും ബോയിൽ ചെയ്ത് ഗ്രേറ്റ് ഒക്കെ ചെയ്ത് വെച്ചിരിക്കുന്നത്. നമുക്ക് മാഷ് ചെയ്യണേ. അതിന് ഞാനൊരു ഫോർക്കാണ് എടുക്കുന്നത്. സ്പൂൺ എടുത്താൽ അത്രയും സിമ്പിളായിട്ട് കിട്ടത്തില്ല. പിന്നെ ഗ്രേറ്റ് ചെയ്യുന്നത് നമുക്ക് ലംസ് ഒന്നും ഇല്ലാതെ നല്ല സ്മൂത്ത് ആയിട്ട് കിട്ടാനായിട്ടാണ്. പിന്നെ നമ്മൾ അല്ലെങ്കിൽ ബോൾസ് ഒക്കെ ആക്കുന്ന സമയത്ത് പാടായിരിക്കും. ഇത് ഞാൻ ഗ്രേറ്റ് ചെയ്തുകൊണ്ട് എനിക്ക് അത്രയും മാഷ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾക്ക് ഇന്നത്തെ സ്പൈസസ് ഒക്കെ ആഡ് ചെയ്യാം. നിങ്ങൾക്ക് എന്തൊക്കെ വേണമെങ്കിലും ആഡ് ചെയ്യാൻ. പാപ്രിക്ക പൗഡർ ഒക്കെ ഉണ്ടെങ്കിൽ അതും ആഡ് ചെയ്യാം. എല്ലാം ഇടുന്നതായിരിക്കും ഇച്ചിരി നല്ലത്. ഞാൻ ഇപ്പോൾ ഇതിനകത്ത് ചില്ലി ഫ്ലേക്സ്, സോൾട്ട്, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, പിന്നെ ഇച്ചിരി ഒറിഗാനോ, പെപ്പർ പൗഡർ. ഈ ഒറിഗാനോ വേണമെന്നില്ല കേട്ടോ, അത് ഉണ്ടെങ്കിൽ ഇച്ചിരി കിട്ടും. പിന്നെ ആലോചിച്ചാണ് ഇത് ഈ സ്പൈസസ് ആണ് ഇതിനകത്ത് ഫുൾ ടേസ്റ്റ് തരുന്നത്. ഇതിന് നമ്മൾ കൈ വെച്ച് ചെയ്താലേ ശരിയാവത്തുള്ളൂ, ഫോർക്ക് വെച്ചാൽ ശരിയാവത്തില്ല. പിന്നെ പൊട്ടറ്റോ നന്നാവത്തില്ല. ഇങ്ങനെ ഭയങ്കര സ്റ്റിക്കി ആയിട്ടുള്ള പൊട്ടറ്റോ ഒക്കെ ആണെങ്കിൽ ഇച്ചിരി മൈദയോ ബ്രെഡ് പൊടിച്ചതോ വരെ ഇടാവേ. ഇതിപ്പോ എനിക്ക് വലിയ കുഴപ്പമില്ലാത്തൊരു പൊട്ടറ്റോ. പിന്നെ ഇത് വളരെ ഈസിയാണ്. ഇച്ചിരി നേരം എടുക്കത്തുള്ളൂ. പിന്നെ ഇച്ചിരി ഇൻഗ്രീഡിയൻസ് ഉള്ളൂ, വലിയ ഇതൊന്നുമില്ല. നമ്മൾ പൊട്ടറ്റോ സ്മൈലി ഉണ്ടാക്കിയില്ല, അതുപോലൊക്കെ തന്നെയാണ് ഇതും. പിന്നെ പൊട്ടറ്റോ സ്മൈലി കാണാത്തവരൊന്ന് കാണണേ. നീ ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണേ. ഞാൻ ഇതെല്ലാം മിക്സ് ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേറൊരു മിക്സ് ഉണ്ടാക്കാം. ഓക്കെ, ഇതിന് നമ്മൾ 3 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും 3 ടേബിൾ സ്പൂൺ മൈദയാണ് എടുത്തിരിക്കുന്നത്. അത് രണ്ടും സെയിം എമൗണ്ട് എടുക്കുന്നതായിരിക്കും. ഇതിന് ഈ ഒരു മിക്സ് ഉണ്ടാക്കുന്നതിന് പകരം നിങ്ങൾക്ക് എഗ്ഗ് വേണേലും എടുക്കാം. പിന്നെ ഇച്ചിരി വെള്ളവും കൂടെ ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ട് ലംസ് ഒന്നും ഇല്ലാതെ ഉണ്ടാക്കണം. കോൺഫ്ലവർ ഇല്ലേ, ലംസ് ഉണ്ട്. ഇതിപ്പോൾ എൻ്റെ വെള്ളം കഴിയുന്നില്ലേ, ശരി. എഗ്ഗ് നമ്മൾ കോട്ട് ചെയ്യുന്ന സമയത്ത് എഗ്ഗ് ഒന്ന് മുക്കി ചെയ്തെടുക്കണം. അത് നമുക്ക് ഇതാ മുക്കുന്നത്. അങ്ങനെ നമ്മുടെ മിക്സും റെഡി ആയിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ കൺസിസ്റ്റൻസി. ഇനി നമുക്ക് അടുത്ത പ്രോസസ്സിലോട്ട് പോവാം. ഇതിന് ഷേപ്പൊക്കെ എടുക്കാനുള്ള ഇതും കൂടെ ഉള്ളൂ. ഏകദേശം ഒരു 1 ടേബിൾ സ്പൂണിന്റെ അളവിൽ എടുത്താൽ മതി. ഇത് നന്നായിട്ട് ഒരു റൗണ്ട് ഷേപ്പിൽ ഏകദേശം ഉണ്ടാക്കിയിട്ട് ഒരു ഇനി അതിടാൻ പോകുന്നില്ലേ. ഇനി മൊസറല്ല ചീസാണേ. ഇത് ഇച്ചിരി ഞാനിപ്പോൾ ക്യൂബ്സ് ആയിട്ടാണ് മേടിച്ചത്, അതുകൊണ്ട് ഇച്ചിരി ക്യൂബായിട്ടാണ് ഇടുന്നത്. ഈ ഗ്രേറ്റഡ് ആയിട്ട് ഓൾറെഡി കിട്ടും, അതിട്ടാലും കുഴപ്പമൊന്നുമില്ല. പിന്നെ ഈ നമ്മൾ ചീസ് ബോൾസിന് ഇത് മാത്രമേ ഉള്ളൂ ചീസായിട്ടുള്ളത്. അന്നേന് ഇത് നമ്മൾ ഇതിന് ഇച്ചിരി കൂടുതലായിട്ട് ഇടണം. പിന്നെ മൊസറല്ല ചീസ് ഇട്ടാൽ മാത്രമേ ഉള്ളൂ കേട്ടോ ലാസ്റ്റ് ഇങ്ങനെ വലിഞ്ഞ് കിട്ടുന്നേ. ബാക്കി ചീസ് ഇട്ട അത്രയും വലിയത്തേ ഇല്ല. നമ്മൾ ഫ്രൈ ചെയ്യുന്ന സമയത്ത് അങ്ങ് പൊട്ടിപ്പോവും. അത് തന്നെ രസമുണ്ട്. നമുക്കിനി ഓരോ ബോൾസ് ആയിട്ട് വെക്കാമേ. അങ്ങനെ ഞാൻ ബോൾസ് ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പം ഞാൻ 10 എണ്ണം ഉണ്ടാക്കുന്നുള്ളൂ. ബാക്കി നമുക്ക് പിന്നെ ഫ്രീസറിൽ വെക്കണമെങ്കിൽ പിന്നെ നമുക്ക് എടുത്ത് ചെയ്താൽ മതി. ഞങ്ങൾക്ക് ഇത് കോട്ട് ചെയ്യണം.
കോട്ട് ചെയ്യുന്ന ശരിക്കും നമ്മളിപ്പോൾ ചീസ് അതിനകത്ത് വെച്ചിട്ടില്ലേ, ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഈ ചീസൊക്കെ പെട്ടെന്ന് പോകും. കാരണം പൊട്ടറ്റോ ഓൾറെഡി നല്ല സോഫ്റ്റാണ്. ഇതെല്ലാം കവർ ചെയ്യുമ്പോൾ ഇച്ചിരൂടെ സേഫായിട്ട് ഇരുന്നോളാം ചീസ്. നമുക്ക് ഫസ്റ്റ് ബ്രെഡ് ക്രംസിലോട്ട് ഇടാം. ബ്രെഡ് ക്രംസിലേക്ക് ഇട്ടിട്ട് നമ്മൾ നേരത്തെ ഒരു സിറപ്പ് ഇത് മിക്സ് ഉണ്ടാക്കിയില്ലേ, കോൺഫ്ലവർ മൈദയൊക്കെ ഇട്ട് അതിനകത്തോട്ട് ഒന്ന് ഡിപ്പ് ചെയ്യാം. ഇനി നമുക്ക് പിന്നെയും ഈ മൈദ ബ്രെഡ് ക്രംസിലോട്ട് ഇടാം. പിന്നെ ഞാൻ ഈ റോള് ചെയ്യുന്ന സമയത്ത് ഈ ഒട്ടുവാണെങ്കിൽ നമുക്ക് ഇച്ചിരി ഓയിൽ നമ്മുടെ കയ്യിലോട്ട് ഇടാം കേട്ടോ. അത് ഞാൻ പറയാൻ വിട്ടുപോയി. പിന്നെ ഒന്ന് ഷേപ്പ് ഒന്ന് പോവുകയെന്ന് കാണുവാണെങ്കിൽ ഒന്നുകൂടെ ഒന്ന് ഷേപ്പാക്കി വെച്ചേക്ക്. അതുപോലെ നമുക്ക് എല്ലാ ബോൾസും ഇങ്ങനെ കോട്ട് ചെയ്തെടുക്കണേ. ഇത് ഡബിൾ കോട്ടിങ്ങും ചെയ്യാം. പിന്നെ ഇതിപ്പോൾ ഞാൻ ഡബിൾ കോട്ടിങ് ആണ്. ഡയറക്റ്റ് നമുക്ക് ഈ മിക്സിനകത്തോട്ട് ഇട്ടിട്ട് ബ്രെഡ് ക്രംസിലോട്ട് ഇട്ടാലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഇത് ഇങ്ങനെ ചെയ്യുന്നതായിരിക്കും ഇച്ചിരൂടെ സേഫ്. ബ്രെഡ് ക്രംസിലോട്ട് ഇടാം. ഇനി നമുക്ക് ഫ്രൈങ് മാത്രമേ ഉള്ളൂ. അന്നേരം ഈ ഓയിലിനകത്ത് ചില കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇത് ഭയങ്കരമായിട്ട് ചൂടായി പോയാൽ പിന്നെ ഭയങ്കരമായിട്ട് ചൂട് കുറഞ്ഞു ഇരിക്കരുത്. ചൂടായി പോയാൽ പെട്ടെന്ന് ബ്രൗൺ ആവും. ഇടുമ്പോൾ തന്നെ ബ്രൗൺ ആയിട്ട് അവർക്കൊന്നും ചീസൊന്നും മെൽറ്റ് ആണെന്നൊന്നും അല ചെയ്തില്ല. പക്ഷെ ചൂട് കുറയുവാണെങ്കിൽ അത് എണ്ണ അങ്ങ് വലിച്ചു കൊടുത്തേ ഉള്ളൂ. അന്നേരം കറക്റ്റ് ഒരു ഇച്ചിരി മിഡിലാകുമ്പോൾ തന്നെ ഫ്രൈ ചെയ്തെടുക്കണേ. നമുക്ക് ഇതൊന്ന് ചൂടായെന്ന് നോക്കാനായിട്ട് ഒരു ചെറിയ പീസ് നമുക്ക് കൊടുക്കാവേ. ഓക്കെ, ഇത് പൊങ്ങി വരുന്നുണ്ട്. അന്നേരം ഇത് ചൂടായിട്ടുണ്ടെന്ന് അർത്ഥം. എന്നിട്ട് ഇങ്ങനെ ആയി കഴിഞ്ഞിട്ട് നമുക്ക് ഈ ഫ്ലെയിം ഒന്ന് ഇച്ചിരി ഒന്ന് കുറയ്ക്കണേ, മീഡിയത്തിലോട്ടാണ്. നമുക്ക് ഇനി പതുക്കെ നമുക്ക് ഇടാവേ. എനിക്ക് അതായിട്ടും വേണ്ടി പൊട്ടിത്തിരിച്ചത് നമ്മൾ തിരിച്ചിരിച്ചിട്ടുണ്ട്. ഇപ്പൊ ഇത്രയും മതി. പിന്നെ എടുക്കുന്ന സമയത്ത് എനിക്ക് ഇച്ചിരി പാടിച്ചു ഇച്ചിരി എണ്ണയൊക്കെ ഇതിന്റെ മണ്ടയ്ക്കോട്ടൊക്കെ വെച്ചെടുക്കാം. പക്ഷെ ഈ ഡീപ് ഫ്രൈ ചെയ്യുന്നതായിരിക്കും ഡീപ് ഫ്രൈ ശരിക്കും ചെയ്യേണ്ടത്. ഡീപ് ഫ്രൈ അത് മാത്രമേ ഉള്ളല്ലേ ചിന്ത. ചിക്കനെ മാറ്റി കളയാവോ പ്ലീസ്? അതുകൊണ്ടാണ്ടി ഒട്ടിപ്പിടിച്ചോയോ? ഇത് കണ്ടു ചേച്ചിമാരുടെ ഒരു പൊട്ടറ്റോ ചീസ് ബോൾ ആണെങ്കിലേ ടെന്റ് പോലെ ഉണ്ടാക്കി കൊടുത്തു. അത് തിരിച്ചു വന്നു. എഗിന്റെ ഇതിലേക്ക് അങ്ങനെ നമ്മുടെ പൊട്ടറ്റോ ചീസ് ബോൾസ് റെഡിയായി.